ദൈവീക രോഗശാന്തിയുടെ കുത്തക മുതലാളിമാരെന്ന് സ്വയം അവകാശപ്പെടുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഈയടുത്ത് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായരോടുകൂടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ദൈവിക രോഗശാന്തി എന്താണെന്ന് അറിയില്ലെങ്കിൽ ദൈവത്തിന്റെ കുറച്ച് ശിങ്കിടിമാരെ നമ്മുടെ ഈ ലോകത്തിലാക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർമാരെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന്റെ ശിങ്കിടികളുടെ അടുത്തേക്ക് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം അത് അസുഖങ്ങളുടെ ഏതളവ് വരെ പറ്റും ഏതളവ് വരെ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായി മറ്റൊരു പാസ്റ്റർ ഇതിന് ശേഷം പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ശിങ്കിടികളുടെ അടുക്കേ നമ്മൾ പോകുന്നു. അവർ നമുക്ക് വേണ്ടി തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മളുടെ അസുഖം പമ്പ കടത്തുന്നു. ആ ഒരു ചെപ്പടി വിദ്യയാണ് ഇവർ ദൈവീക രോഗശാന്തി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത്. ഇനിയും ഈ ദൈവീക രോഗശാന്തിയുടെ സ്കോപ്പ് ജസ്റ്റ് ലിമിറ്റഡ് ആണോ അതോ അൺലിമിറ്റഡ് ആണോ എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പാസ്റ്റർ ഗീവർഗീസ് മാത്തനെ നമുക്കൊന്ന് ക്ഷണിക്കാം. ഈ രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റും ഇല്ല, എല്ലാ രോഗവും. അപ്പോൾ ആദ്യം നമ്മൾ രോഗശാന്തി എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് രോഗശാന്തിയുടെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പല അസുഖങ്ങൾക്കും നമ്മുടെ മോഡേൺ മെഡിസിനിൽ തന്നെ മരുന്ന് കാര്യങ്ങളില്ല. അപ്പോൾ അതിന് പോലും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏത് അസുഖവും ഏത് സാധനവും ഇവിടെ എടുക്കും. എന്തായാലും നമ്മുടെ പാസ്റ്റർമാർ അവിടെ വന്നൊരു ബേസ്ലെസ് ക്ലെയിം ഉന്നയിക്കുകയല്ലായിരുന്നു. 5 പാസ്റ്റർമാർ വന്നതിൽ 3 പേര് കൃത്യമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർ നേടിയ ദൈവീക രോഗശാന്തിയെക്കുറിച്ച് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാക്ഷ്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഡോക്ടർ ബാബു ജോർജിന്റെ അടുത്ത് നോട്ട് അങ്ങയുടെ ആർച്ച് ബിഷപ്പാണ്, അങ്ങ് പെന്തക്കോസ്റ്റൽ ട്രീറ്റ്മെന്റിൽ വിദഗ്ധനാണ്. ഈ അത്ഭുത രോഗശാന്തി യാഥാർത്ഥ്യമാണോ? യെസ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആളത്. അതെങ്ങനെ? എന്റെ ഒരു ഭാഗം തളർന്നു പോയ ആളാ. ആ തളർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങ് ചികിത്സ നടത്തിയിട്ടില്ല? ഈ പ്രാർത്ഥനയും അല്ലാതെ? ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ആ സമയത്ത് മരുന്ന് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. മരുന്ന് കൊണ്ട് പ്രയോജനപ്പെടാതിരുന്നപ്പോൾ എത്ര കാലം എടുത്തു? 2 ആഴ്ച കാലം. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സ് നോക്കി. എല്ലാരും നോക്കിയപ്പോഴും കാലങ്ങ് പോയി. 2 കാലും പോയി, ഒരുപോലെ തളർന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയും, യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അതിനെക്കുറിച്ച് ഓർമ്മിച്ചും ധ്യാനിച്ചും കൊണ്ട് അത് പഠിച്ചു. അത് മുഖാന്തരം ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ വടി കൊണ്ട് നടക്കുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞത് ചക്ക വെട്ടി വിട്ടുപോലെ വീഴും വടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പെന്തക്കോസ്റ്റൽ ആർച്ച് ബിഷപ്പ് പറയുന്നത്, പുള്ളിക്കൊരു സ്ട്രോക്ക് വന്നപ്പോൾ പുള്ളി ആദ്യം ആശുപത്രിയിൽ പോയി, രണ്ടാമതായിട്ട് പുള്ളി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ തിരുവത്താഴമൊക്കെ ആയപ്പോഴത്തേന് പ്രാർത്ഥിച്ച് സൗഖ്യമായി. അവിടെ എനിക്ക് മനസ്സിലാകാത്തത്, പുള്ളി അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു വടിയും കൊണ്ട് നടക്കണം, ഇല്ലെങ്കിൽ ചക്ക വെട്ടിയിട്ട് പോലെ വീഴുമെന്ന്. ദൈവം സൗഖ്യമാക്കിയെങ്കിൽ പിന്നെ വടി എന്തിനാണ്? അല്ലെങ്കിൽ ദൈവം സൗഖ്യമാക്കിയതിന് ശേഷം പിന്നെയും പുള്ളി എന്തിനാണ് ആശുപത്രിയിൽ പോയത്? എന്തായാലും നമുക്ക് ചെസ് നമ്പർ 2 പോവാം. ഞാൻ ഒരു പാസ്റ്ററാണ്. എനിക്ക് ചെറുപ്പത്തിലെ രോഗസൗഖ്യത്തിൽ കൂടാണ് ഞാൻ യേശുക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. ഈ കിഡ്നി സംബന്ധമായ 2 വൃക്കകളും തകർന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. കിഡ്നി ഇത് ഇവിടെ ആയിരുന്നു അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ലാസ്റ്റ് മൊമെന്റ് പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവം കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും അത് താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നിത്യജീവൻ തരുന്ന ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം എന്റെ ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥന കൊണ്ട് ഈ പെന്തക്കോസ്തുകാർക്ക് ആകെപ്പാട് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്. അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ചക്ക കായ്ക്കുന്ന വൃക്ഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, പ്ലാവില് തിന്ന ആട് കാഷ്ടിച്ച കാഷ്ടം വീണ് വളർന്ന മാവിൽ നിന്നും വെട്ടിയെടുത്ത മാങ്ങ തിന്നിട്ടാണ് ഞാനിങ്ങനെ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലെ ആ ഒരു ചർച്ചയുടെ തീം തന്നെ ദൈവിക രോഗശാന്തി സാധ്യമോ എന്നൊരു ചോദ്യമാണ്. അവിടെ വന്നിട്ട് ദൈവിക രോഗശാന്തി എല്ലാം വിട്ടിട്ട് അവർ നേരെ രക്ഷയിലേക്ക് പോവുകയാണ്. ഇവർ ചിന്തിക്കുന്നത്, ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കഥാപുസ്തകം മറ്റ് വിശ്വാസികളെല്ലാം ഇതിനെ എന്തോ അമാനുഷിക സാധനമായി അവരങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതേ ചിന്താഗതിയോടുകൂടിയാണ് മറ്റുള്ള വ്യക്തികളും ഈ ഒരു സാധനത്തിലേക്ക് നോക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ ഒരു സ്ഥലകാല ബോധമില്ലാതെ എന്തിനെക്കുറിച്ച് എവിടെ എന്ത് സംസാരിക്കണം, ചോദ്യത്തിന് ഏതുത്തരം കൊടുക്കണം എന്നുപോലും അറിയാതെ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ ലൈൻസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലിജോ ജോസഫും ഇവിടെ സെയിം കഥ തന്നെയാണ്. ആദ്യം അസുഖം വന്നു, ആശുപത്രിയിൽ പോയി, പിന്നെ പ്രാർത്ഥിച്ചു, അസുഖം മാറി. ഇനി മൂന്നാമതായിട്ട് ഒരു IPC പാസ്റ്ററുടെ ഭാര്യയ്ക്ക് വന്ന രോഗസൗഖ്യത്തെ കുറിച്ചാണ്. അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു മിനിറ്റ്, ഇത് നോക്ക്, ആയിരിക്കുന്ന എന്റെ വൈഫാണ്.
ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ആളാണ്. ഓക്കെ. 2016 പാർക്കിൻസൺ എന്ന രോഗം വന്നിട്ട് നമ്മുടെ ഇവിടെ ലക്ഷർ ആശുപത്രി കൊണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഈ രോഗത്തിന് മരുന്നില്ല. ഞങ്ങൾ ആകെ തകർന്നു പോയി. ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്ത് ഒപ്പിടാൻ പോലും പറ്റാത്ത സാഹചര്യം, തല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ രോഗത്തെ ദൈവം അത്ഭുത സൗഖ്യം കൊടുത്ത് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്ത്. 2016 തോപ്പുംപടിയിൽ വെച്ച് ഞങ്ങളുടെ IPCയുടെ ജനറൽ കൺവെൻഷൻ നടക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ സണ്ണി അലക്സാണ്ടർ പാസ്റ്ററാണ് പുതിയ സെൻട്രൽ പാസ്റ്റർ. അതിനു മുമ്പ് ഇരുന്ന പാസ്റ്റർ KC ഷാമുവല പാസ്റ്ററിനെ അതിഥിയായിട്ട് വിളിച്ചു. പാസ്റ്റർ അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പറഞ്ഞു, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നലെ എനിക്ക് ഒരു ദൈവിക ദർശനം ഉണ്ടായി, രോഗികൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആരാധനയ്ക്ക് വന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ ബൈബിളിൽ രക്തസ്രാവകാരി രോഗി പല ഡോക്ടർമാരാൽ ചികിത്സിച്ചിട്ട് അവർക്ക് സൗഖ്യമാകാതെ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്മേൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം വന്നു. അങ്ങനെ പലരെയും യേശുക്രിസ്തു സൗഖ്യമായത് വായിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും ഒക്കെ എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് വേണ്ടിയാണ് പാസ്റ്ററോട് ദൈവം സംസാരിച്ചത്, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചതും എൻ്റെ രോഗം മാറി. എൻ്റെ പാർക്കിൻസൺ മാറി. അന്ന് ഇല്ല, എനിക്ക് ഇപ്പൊ 10 കൊല്ലമായി. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിലുള്ള ജോലികളും എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇത് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എന്ന് പറയാനല്ല. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിലൂടെ അത്ഭുത രോഗസൗഖ്യമുണ്ട്. നമ്മളിവിടെ കൃത്യമായിട്ട് 3 പേരുടെ രോഗശാന്തിയുടെ അനുഭവ സാക്ഷ്യം കേട്ടു. ഈ 3 പേരും പെന്തക്കോസ്തിലെ പാസ്റ്ററൽ ഗ്രേഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിൽ നിൽക്കുന്ന പാസ്റ്ററുടെ ഭാര്യയാണ്. ആദ്യമായി നമ്മുടെ പെന്തക്കോസ്റ്റൽ ആർച്ച് ബിഷപ്പിന് സ്ട്രോക്ക് വന്നു. സ്റ്റെപ്പ് 2 ആശുപത്രിയിൽ പോയി. സ്റ്റെപ്പ് 3 ഡിസ്ചാർജ് ആയി. സ്റ്റെപ്പ് 4 വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ഇനി അടുത്തത് ലിജോ ജോസഫിനാണെങ്കിൽ ആദ്യമായിട്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വന്ന് പുള്ളി കൈയൊക്കെ നീട്ടി കാണിച്ചിട്ടുണ്ട്. മുത്തൂറ്റിലാണ് പോയതെന്നാണ് പറഞ്ഞത്. ഒരു ലേറ്റർ പാർട്ടിൽ എവിടെയോ പറയുന്നുണ്ട്. അപ്പോൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി കിട്ടാവുന്ന മാക്സിമം എല്ലാ ട്രീറ്റ്മെന്റും എടുത്തു. അതിനുശേഷം പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. ഇനി അവസാനത്തെ IPC പാസ്റ്ററുടെ ഭാര്യ, ഞാൻ വീണ്ടും എടുത്തു പറയാണ്, IPC പാസ്റ്ററുടെ ഭാര്യ. ഈ രോഗശാന്തിയെക്കുറിച്ചൊക്കെ പറയുമ്പം എല്ലാവരും TPMന്റെ തലയിൽ അടിച്ചിട്ടിട്ട് ബാക്കിയുള്ള സഭകളെ രക്ഷിച്ചെടുക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ IPC പാസ്റ്ററുടെ ഭാര്യയ്ക്ക് പാർക്കിൻസൺസ് വന്നു. നേരെ ഓടി ആശുപത്രിയിൽ പോയി. വേറെ ഒരാശുപത്രിയിലും അല്ല, ലേക്ക് ഷോറിൽ തന്നെ പോയി. അതിനടുത്തതായിട്ട് കൺവെൻഷനിൽ പോയി പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ഈ 3 അനുഭവ സാക്ഷ്യത്തിലും കോമൺ ആയിട്ടൊരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആര് തന്നെയാണെങ്കിലും ആദ്യമായി എന്തെങ്കിലും അസുഖം വരുന്നു, എങ്ങും പോവാതെ ആദ്യം തന്നെ ഓടി സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അഭയം തേടുന്നു. അവിടെ കിട്ടാവുന്ന മാക്സിമം ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഡിസ്ചാർജ് ആയതിനു ശേഷം പ്രാർത്ഥിക്കുന്നു, രോഗസൗഖ്യം കിട്ടുന്നു. എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, രോഗശാന്തിയിൽ ഇത്രയും വിശ്വാസമുള്ള അല്ലെങ്കിൽ ക്ലർജി പൊസിഷനിൽ ഈ ഒരു പുരോഹിത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ എന്തൊരു പ്രശ്നം വന്നാലും, ഇപ്പം നമ്മൾക്ക് ബാബു ജോർജിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ബാബു ജോർജിന് ദൈവിക രോഗശാന്തിയിൽ ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന് പുള്ളി അവിടെ വീണ് കിടക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് എണ്ണിക്കണ്ടേ? ഇവരെന്തിനാണ് ഒരു പ്രാർത്ഥനയില്ലാതെ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ഒരു ആംബുലൻസും വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നത്? ആശുപത്രിയിലേക്ക് പോയി അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം പ്രാർത്ഥിക്കാനാണെങ്കിൽ ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ദൈവിക രോഗശാന്തിയിൽ ഇവർക്ക് 100% വിശ്വാസമുണ്ടോ എന്ന കാര്യമാണ് എൻ്റെ ഒരു ചോദ്യം. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദൈവത്തിന് നമ്മൾ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്ത് സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് എന്ത് അസുഖമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ദൈവം സൗഖ്യമാക്കത്തുള്ളായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് എന്തൊരു രോഗം വന്നു കഴിഞ്ഞാലും ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ആശുപത്രിയിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഇന്ന രോഗമാണ് എന്ന് സർട്ടിഫൈ ചെയ്യണമായിരിക്കും. ചിലപ്പം ദൈവത്തിന് ഇങ്ങനെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദൈവമേ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഇന്ന അസുഖമാണ്, ഞാൻ ഡയഗ്നോസ് ചെയ്തു. ഈ ഡയഗ്നോസിസ്, അതായത് എനിക്കിപ്പം ഒരു ക്യാൻസർ വരുവാണെങ്കിൽ തന്നെ ഏത് ക്യാൻസർ ആണെന്ന് ഡിഫൈൻ ചെയ്ത് പറയണം. ആ ക്യാൻസറിൻ്റെ കൂടെ ഏത് സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാലേ ചിലപ്പം പറ്റത്തുള്ളായിരിക്കും ദൈവിക രോഗശാന്തി. ആയിരിക്കും സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഈ രോഗശാന്തിയൊക്കെ ഇത്രയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, നിങ്ങളാരും മരുന്നൊന്നും എടുക്കണ്ട, എല്ലാത്തിനുമുള്ള മരുന്ന് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഇവരുടെ കൺകണ്ട ദൈവമാണ് അനിൽ കൊടുത്തോട്ടം. അനിൽ കൊടുത്തോട്ടം പറയുന്നത് നിങ്ങൾ ഏതൊരു അസുഖം ആയിക്കോട്ടെ, മാനസികമോ ശാരീരികമായോ ഏറ്റവും അക്യൂട്ടായിട്ടുള്ളതോ എന്ത് സാധനം ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയും പോകണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ മോളെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത് MBBSനാണ്. അതുപോലെ തന്നെ ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ രോഗശാന്തി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നവർ, ഇവരുടെ വായും തന്നെയാണ് ഇപ്പോൾ കേട്ടത്. അവർ എന്ത് അസുഖം എന്ത് പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവരാദ്യം ഓടുന്നത് വെറും ആശുപത്രിയിലേക്കല്ല,
മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുത്തൂറ്റ്, ലേക്ക് ഷോറെ പോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ പേര് തന്നെയാണ് ഇവരിവിടെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ പോയിരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നെങ്കിലും അവരൊന്ന് അക്നോളജ് ചെയ്യുന്നത്. ആ ഒരു ബാബു ജോർജ് പുള്ളി എടുക്കെ ചോദിച്ചപ്പോൾ ആദ്യം പുള്ളി ആശുപത്രിയുടെ കഥ മിണ്ടിയതേയില്ല. പുള്ളി കഥ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് സ്ട്രോക്ക് വന്നു, ഞാൻ പ്രാർത്ഥിച്ചു, സൗഖ്യമാക്കി. ശ്രീകണ്ഠൻ നായർ എടുത്തു ചോദിച്ചില്ലെങ്കിൽ കമാന്നൊരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. ഈ ഒരു പബ്ലിക് സ്പേസിലായതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് അവർ ആശുപത്രിയിലൊക്കെ പോയെന്നെങ്കിലും അക്നോളജ് ചെയ്യുന്നത്. ഇത് നേരെ മറിച്ചിട്ട് ഇവരുടെ പള്ളികൾക്ക് ഇവർ ഫെയ്ത്ത് ഹോം എന്നൊക്കെയാണ് പറയാറുള്ളത്, ആ ഒരു സ്പേസിലേക്ക് പോയി വിശ്വാസികൾ മാത്രമുള്ള ഒരു സ്റ്റേജിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അവർക്ക് അസുഖം വന്നു, അവർ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യമാക്കി. ഈ ഒരു ആശുപത്രി കഥയെ അവർ മാക്സിമം അവിടെ ഉൾപ്പെടുത്താറില്ല. യഥാർത്ഥത്തിൽ ദൈവിക രോഗശാന്തി നോക്കി നിൽക്കുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ സാക്ഷ്യം ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാനത് പറഞ്ഞപ്പോൾ ഒരു സങ്കടം പറഞ്ഞോട്ടെ. ഞാൻ ആ ഗൾഫ് പോയ സമയത്ത് ഞാനും എൻ്റെ വൈഫൂടെ ഞങ്ങളുടെ തൊട്ട് അപ്പുറത്തെ സെയിം ജസ്റ്റ് ഹോൾവേയുടെ ഓപ്പോസിറ്റ് ഞങ്ങൾ അവരോട് ഭയങ്കര കമ്പനിയായിരുന്നു. അവര് ഹിന്ദുക്കൂസുകാരാണ്, അവര് തൃശ്ശൂരോ അങ്ങനെ കാടുകാരാ. ഒരാണും 2 പെൺപിള്ളേരും, ചെറിയ പിള്ളേര്. ആ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് അവര് മരുന്നെടുക്കാതെ രോഗം മൂർച്ഛിക്കുന്നു. നാട്ടുകാർ ഇടപെടുന്നു. ഇവര് ആ അമ്മയെ പോകാൻ റെഡിയല്ല, അപ്പനും സമ്മതിക്കുന്നില്ല. ഇവര് വീട് അടച്ചിട്ട്, അതായത് നാട്ടുകാരെ ശല്യം കാണാൻ വീട് അടച്ചിട്ടിരുന്ന് ഇവര് ഭയങ്കര പാട്ട് കൈകൊട്ടും പ്രാർത്ഥനയായിട്ട് ആൾക്കാർ വന്ന് വെന്റിലേഷനും കൂടെ എത്തി നോക്കിയിട്ടുണ്ടെന്ന് ആ പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കി അമ്മ മരിച്ചുപോയി. ആ 3 കുഞ്ഞുങ്ങള് ഈ പൊട്ട വിശ്വാസം കാരണം അമ്മയില്ലാതെ വളർന്നത്. അതിനെ ഭയങ്കരമായിട്ട് പിന്നീട് അതൊക്കെ എന്നെ ചിന്തിപ്പിച്ചൊരു സംഭവങ്ങളെ ഈ മരുന്നെടുക്കാത്ത കാര്യം അരുൺ ബ്രദർ പറഞ്ഞപ്പോൾ അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 18 വർഷം പെന്തക്കോസ്തിൽ, ഞാൻ വീണ്ടും പറയുന്നു, ചർച്ച് ഓഫ് ഗോഡ് പെന്തക്കോസ്തിൽ നിന്ന് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ കണ്ടൊരു അനുഭവമാണ് പുള്ളി പറഞ്ഞത്. ഇനി എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ, ഞാൻ TPM നിന്നാണ് വരുന്നത്. TPM പുരോഹിത വർഗത്തിന് ഇന്നും വിലക്കപ്പെട്ട കനിയാണ് മരുന്ന് എന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ജസ്റ്റ് ഒരു ആന്റിബയോട്ടിക് ടാബ്ലറ്റ് എടുത്താൽ ജീവൻ നിർത്താൻ കഴിയുന്ന ഒട്ടുമിക്ക ആളുകളും ഈ ദൈവിക രോഗശാന്തി എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തം കാരണം മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ആ ഒരു പുരോഹിത വർഗം അല്ലാതെ മറ്റു പല വിശ്വാസികളും മരിച്ചിട്ടുള്ള TPM ഇതര സഭകളിലും മരിച്ചിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കേൾക്കുന്ന പല സാക്ഷ്യങ്ങളിലും ഒട്ടുമിക്ക വ്യക്തികളും ഒന്നെങ്കിൽ മരുന്നെടുത്തിട്ടായിരിക്കും അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത്. അവരതിൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ അവർ ആശുപത്രിയിൽ പോയ കാര്യവും മരുന്നെടുത്ത കാര്യവും അറിഞ്ഞോ അറിയാതെയോ മുക്കിക്കളയും. നിങ്ങൾ ഇതൊന്നും അറിയാതെ എരിവും പുളിയിട്ട് ഊതിപ്പെരിപ്പിച്ച കഥകൾ കേട്ടിട്ട് ഈ ഒരു സാധനത്തിലേക്ക് വിശ്വസിച്ച് മരുന്നെടുക്കാതിരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനായിരിക്കും ഏറ്റവും കൂടുതൽ ആപത്ത് വരിക. നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികൾക്കും മാത്രമായിരിക്കും ഈ ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇന്നൊരമ്മയില്ലാത്തത്. ഒരു മരുന്നെടുത്താൽ, ആശുപത്രിയിൽ പോയാൽ തീരാവുന്ന ഒരു രോഗത്തിന് ഈ വിവരമില്ലായ്മ, ഇതേപോലെ വിവരമില്ലാത്ത ഓരോരുത്തരും ഓരോ സ്റ്റേജിലും കയറിയിരുന്ന് പറയുന്നത് അതേപോലെ വെള്ളം തൊടാതെ വിഴുങ്ങി വിശ്വസിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഇരട്ടത്താപ്പ് കാണിച്ചാലും വിശ്വാസികൾ തെറിവിളിക്കാൻ പോകുന്നത് എന്നെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവിക രോഗശാന്തിയിലൊക്കെ വിശ്വസിക്കുന്നത് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഇവരെ പോലെ തന്നെ ഓടി ആശുപത്രിയിലേക്ക് പോവുക. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ മെഡിക്കൽ ഹെൽപ്പും കിട്ടിയതിന് ശേഷം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിൽ യാതൊരുവിധ ദോഷവും ഒരു മനുഷ്യനും ഇല്ല. പക്ഷേ ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം എല്ലാ അസുഖവും മാറും എന്നാണ് പറയുന്നതെങ്കിൽ, അങ്ങനെ പറയുന്ന പാസ്റ്റർമാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മടല് വെട്ടി അവരെ അടിച്ചോടിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്.